നോക്കൂ, കേന്ദ്ര ബജറ്റിന്റെ വിലയിരുത്തലുകളുമായി ബാങ്കിംഗ് വിദഗ്ധനും ഒലീവിയ ഗ്രാമ്പീൻ ക്രെഡിറ്റിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കൃഷ്ണകുമാർ KT ഒപ്പം ചേരുകയാണ്. ശ്രീ കൃഷ്ണകുമാർ KT, ബജറ്റ് വിലയിരുത്തലിലേക്ക് സ്വാഗതം. നോക്കൂ, നമ്മൾ കാർഷികമായി ഏറെ മുന്നേറുന്ന ഒരു കാലമാണ്. അത് നേരത്തെ പറഞ്ഞതുമാണ്. കർഷകർക്കുണ്ടായ മുന്നേറ്റം, അവരെ മുന്നോട്ട് നയിക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുവെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കാർഷിക രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങൾ, വിപ്ലവകരമായ മുന്നേറ്റം സൂചിപ്പിക്കുന്നുമുണ്ടായിരുന്നു. ഇന്ന് കാർഷിക മേഖലയിൽ ഈ ബജറ്റ് നൽകുന്ന പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? കാർഷിക മേഖലയിൽ എക്സ്ക്ലൂസീവിലായിട്ട് പറഞ്ഞ ഈ ബജറ്റിൻ്റെ ഒരു കൃഷിയെ മാത്രമല്ലാതെ ഒരു ജനറൽ വ്യൂവിൽ പറയുന്ന സമയത്ത് നമ്മുടെ ബജറ്റിന് പൊതുവേ ഇതിനുള്ള ഒരു സമീപനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പ്രീ ജഡ്ജ്മെൻ്റാണ്. ഇപ്പോൾ കുറച്ച് ഇലക്ഷൻ വരാൻ പോകുന്നതുകൊണ്ട് അതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതിനുവേണ്ടി ആളുകളെ തൃപ്തരാക്കാവുന്നുള്ള കുറേ ബഡ്ജറ്റ് അവതരിപ്പിക്കലുണ്ടാവും. അത് സംസ്ഥാന ബഡ്ജറ്റ് ആണെങ്കിലും അതെ, കേന്ദ്ര ബഡ്ജറ്റ് ആണെങ്കിലും അതെ, അതിനെ നോക്കിക്കാണുന്നത് പലപ്പോഴും ഒരു പൊളിറ്റിക്കൽ വേയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന ബഡ്ജറ്റ് കഴിഞ്ഞു. അപ്പോൾ അവിടെയാണെങ്കിലും ആളുകൾ അതിനെ ഒരു ക്രിട്ടിസൈസിങ് മോഡലിലേക്ക് പോകും. അതുപോലെ കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റ് വരുമ്പോഴും എന്ത് ക്രിട്ടിസൈസ് ചെയ്യാം എന്ന രീതിയിലായിരിക്കും പൊതുവെ ബഡ്ജറ്റുകളെ കാണുന്നത്. പക്ഷേ അതിനെ ഒരു നമ്മുടെ രാജ്യമാണെന്നും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനമാണെന്നും നമുക്ക് വളരേണ്ടതാണ് എന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് ഒരു ബഡ്ജറ്റിനെ എപ്പോഴും കാണേണ്ടത്. അങ്ങനെ വിലയിരുത്തുന്ന സമയത്ത് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് ഉൽപാദനക്ഷമത കൂട്ടി രാജ്യത്തിൻ്റെ സമ്പദ് വളർച്ചയെ വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. ഉൽപാദന മേഖലയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക, അതിലൂടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു മുന്നോട്ട് പോക്ക്, അതാണ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ 1 മണിക്കൂർ 26 മിനിറ്റിൽ അങ്ങ് വലിയ കാര്യങ്ങൾ പറയാതെ ദീർഘവീക്ഷണമുള്ളതും ചെയ്ത് നടപ്പാക്കാൻ കഴിയുന്നതും, അതിലൂടെ ഉൽപാദന മേഖലയുടെ വികസനം, അതിലൂടെ സാമ്പത്തിക ഭദ്രത കൂടുതൽ ഊട്ടിയുറപ്പിക്കൽ, അതാണ് നമ്മൾ ഇന്ന് കണ്ടത് കേട്ടത്, അല്ലേ? അതെ 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 അതിൽ കാർഷിക മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോക്കനട്ട്, അതായത് നാളികേര ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുണ്ട്, കാഷ്യൂവിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകളുണ്ട്, കൊക്കോയെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഒരു ഹൈ ബ്രാൻഡിംഗ് ആയിട്ട് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ FPO രൂപീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള നിരവധി സംവിധാനങ്ങളാണ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ കർഷകർക്കുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ആ കാര്യത്തെ കൂടുതൽ ആക്സസിബിലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തന്നെ പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിച്ച മറ്റൊരു കാര്യമാണ് ഈ ക്രെഡിറ്റ്, അതായത് ചെറുകിട സംരംഭകർക്കും കർഷകർക്കും ഒക്കെ ഉള്ള ക്രെഡിറ്റ് ഫെസിലിറ്റി ഈസി ആയിട്ട് എടുക്കാനുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ആ ആക്സസിബിലിറ്റി ഒക്കെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് കാർഷിക മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് വലിയ ഗുണകരമായിരിക്കും. മാത്രമല്ല കോസ്റ്റൽ ഏരിയയ്ക്കാണ് അതിനധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അത് കർഷകർക്ക് വലിയ ഊന്നൽ നൽകുകയും അതുപോലെ കർഷകരെ ഒരു സബ്സിഡൈസ് ആയിട്ട് കാണുന്ന രീതിയിൽ മാറി അവരെ പുതിയ ടെക്നോളജി ഡ്രൈവൻ, അതിൽ പ്രത്യേകം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ കാര്യമാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ എങ്ങനെയൊക്കെ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവന്ന് അതിന് ഉൽപ്പാദനക്ഷമത കൂട്ടാം എന്നുള്ള കാര്യങ്ങൾ. അതായത് ക്ലൈമറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എവിടെയൊക്കെ അതിനെ AI-യുമായിട്ടും സാങ്കേതികപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത്. അതാണ് പറഞ്ഞത്, ഒരു ലോങ് ടൈം വിഷനോട് കൂടിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് കാർഷിക മേഖലയ്ക്ക് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൽ യുവാക്കൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ ആയിട്ടുള്ള പ്രത്യേക പദ്ധതി പറഞ്ഞു. യുവാക്കളെ ഒരു ജോബ് സീക്കറായിട്ടല്ല ഈ ബഡ്ജറ്റിൽ കാണുന്നത്, പകരം ജോബ് ക്രിയേറ്റേഴ്സ് ആയിട്ടാണ്. ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഉൽപ്പാദനക്ഷമത അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ഈ വ്യാവസായിക കുഞ്ഞു എൻ്റർപ്രൈസുകളെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിലെപ്പോഴും ചൈനയും ജപ്പാനും US ഒക്കെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം മുന്നോട്ട്, അതിനേക്കാൾ ഉയരങ്ങളിൽ ഇന്ത്യ എത്തണം എന്ന രീതിയിലാണ് യങ്സ്റ്റേഴ്സിനുള്ള ആഹ്വാനം ഈ ബഡ്ജറ്റിലുള്ളത്. അതായത് ഈവൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് കണ്ടന്റ് ഒരുപാട് യുവാക്കളുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകളുണ്ട്. അതുപോലെ MSME തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകളുണ്ട്. പിന്നെ അതിന് കംപ്ലയൻസ് കാര്യങ്ങൾ, റെഗുലേറ്ററി ആസ്പെക്ട്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയതിൽ നിന്നും അത് കുറച്ചു കൊണ്ടുവന്നിട്ട് എങ്ങനെ ഒരു പുതിയ സംരംഭം പെട്ടെന്ന് തുടങ്ങാം, ഒരു യുവാക്കൾക്ക് എങ്ങനെ അത് തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന
പല പദ്ധതികളും ഈ ഒരു ബഡ്ജറ്റിലുണ്ട്. അതൊരു 5 മുതൽ 10 വർഷം കൊണ്ട് രാജ്യത്തെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യും. പൊതുവേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്കിൽ ഡെവലപ്മെൻറ്റാണ്. കാരണം സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ കാർപ്പൻട്രി വർക്ക് അല്ലെങ്കിൽ പ്ലംബിംഗ് വർക്ക് അതല്ല, മറിച്ച് സ്കിൽ ഡെവലപ്മെൻറ്റ് അവർ കൂടുതൽ ഇപ്രാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അക്കാഡമിക് ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ തന്നെ MRI സ്കാൻ, എക്സ്റേ, അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യൻ, ഇത്തരം സ്കില്ലുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്ന കാര്യങ്ങളടക്കം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടെക്നോക്രാഫ്റ്റുകൾ, സ്റ്റാർട്ടപ്പുകൾ, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ഈ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഡിഗ്രീസ് മാത്രം മതിയാവില്ല, അതായത് എംപ്ലോയബിൾ സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സന്ദേശം കൂടെ ഈ ഒരു ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. കൂടാതെ MSc മേഖലയിൽ, അതായത് MSME മേഖലയിൽ ക്രെഡിറ്റ് ടാക്സ് എളുപ്പമാക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഫോർമലൈസേഷൻ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളെല്ലാം എപ്പോഴും ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും അല്ലെങ്കിൽ കാത്തിരിക്കുന്നതുമാണ് സ്ത്രീകൾക്ക് എന്തൊക്കെ ഗുണകരമായിട്ട് പദ്ധതികൾ ഉണ്ടാവുക എന്നുള്ളത്. ഇതിൽ ഷീ മാർട്ട് എന്ന് പറയുന്ന പുതിയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഈ പദ്ധതിയിൽ. അതുകൂടാതെ സ്ത്രീകൾക്ക് ഒരു ഡിഗ്നിറ്റിയും ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഇമ്പോർട്ടൻസും കൊടുക്കുന്ന പല കാര്യങ്ങൾ ഈ ഒരു പദ്ധതിയിലൂടെ കൊണ്ടുവരുന്നുണ്ട്. കൂടാതെ എല്ലാ ജില്ലകളിലും, ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും പെൺകുട്ടികൾക്ക്, അതായത് ഗേൾ സ്റ്റുഡൻസിന് സേഫ്റ്റി അഷ്യൂർ ചെയ്യുന്ന ഹോസ്റ്റലുകൾ എല്ലാ ജില്ലയിലും നടപ്പിലാക്കുന്ന പദ്ധതി ഈ പ്രാവശ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അവരിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. അതുപോലെ മറ്റൊരു കാര്യമാണ് IT മേഖലയിലുള്ളത്. IT മേഖലയിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടിക്കൊണ്ടുവരാനും, ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്ന് ChatGPT ഉപയോഗിക്കാത്ത ആരുമില്ല എന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ ഈ ChatGPT എന്ന് പറയുന്ന ആളുകൾ കുറച്ചൊരു ഇംഗ്ലീഷിനെ മലയാളത്തിലേക്ക് ആക്കുകയോ മലയാളത്തിന് ഇംഗ്ലീഷിലേക്ക് ആക്കുകയോ അത് മാത്രമാണ് എന്ന് ധരിക്കപ്പെടുന്നതിൽ AI അല്ലെങ്കിൽ ChatGPT പോലുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയാണ് അത് ലൈഫിൽ ഗുണം ചെയ്യുക എന്ന ആ ടെക്നോളജിയെയും മനുഷ്യൻ്റെ ആവശ്യങ്ങളെയും കണക്ട് ചെയ്യുന്ന ഒരുപാട് പദ്ധതികൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല AI സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതുണ്ട്. അതായത് ഗെയിം ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന പല പദ്ധതികളും ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയെ തന്നെ ഒരു ഗ്ലോബൽ ടെക്നോളജി സർവീസ് ഹബ്ബ് ആക്കാനുള്ള ദീർഘകാല ദിശയാണ് ഈ ഒരു പദ്ധതിയിലൂടെ കൊണ്ടുവരുന്നത്. പിന്നെ എഡ്യൂക്കേഷനിലേക്ക് വരാം. ശ്രീ കൃഷ്ണകുമാർ KT, അങ്ങ് പറഞ്ഞു വന്നത് യുവതയുടെ AI-യുടെ പുതിയ സാധ്യതകളുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ ബജറ്റ് എന്നാണ്. തുടരാം. അതെ, അതിൽ ഈ ഒരു കേരളത്തിന് എന്ത് ഒരു ഗുണം എന്നൊരു ചോദ്യം വളരെയധികം ഇപ്പോൾ ഈ ബജറ്റ് കഴിഞ്ഞ ഉടനെ ഉണ്ടായ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ് കേരളത്തിന് എന്താണ് ഗുണം എന്നുള്ളത്. സാധാരണ നമ്മളെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ബഡ്ജറ്റിൽ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുറേ സബ്സിഡികളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പാക്കേജുകൾ തരിക എന്ന ബഡ്ജറ്റിൽ നിന്നും ഇതൊരു ലോങ് ടൈം വിഷനോട് കൂടിയ ബഡ്ജറ്റാണെന്ന് പറയാനതാണ് കാരണം. അപ്പം ഈ ബഡ്ജറ്റിലുള്ള പ്രധാനമായിട്ട് കേരളത്തിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആയുർവേദത്തെ ഗ്ലോബലി ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇപ്രാവശ്യം അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതായത് ഗവൺമെൻറ് സൈഡിൽ നിന്ന് തന്നെ, സെൻട്രൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് തന്നെ ആയുർവേദ ഫാർമസികൾ ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി, അതിൻ്റെ ആയുർവേദ ഫാർമസി തുടങ്ങാനുള്ള സൗകര്യം ഈ ആയുർവേദ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്നു. കൂടാതെ അതായത് മെഡിസിനൽ പ്ലാന്റ്സ്, അതിന് മെഡിസിനൽ പ്ലാന്റ് കൃഷി ചെയ്യുന്നതിനും അതിന് മരുന്നുൽപാദനത്തിനുമുള്ള പദ്ധതികൾ ഉണ്ട്. കൂടാതെ ഈ ആയുർവേദത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആയുർവേദ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വലിയൊരു പങ്ക് കേരളത്തിനാണ്. അപ്പം ഈ കേരളത്തിൽ നമുക്കറിയാം ഔഷധിയുണ്ട്, അതുപോലെ തന്നെ വൈദ്യരത്നം, PNM, കോട്ടക്കൽ, നാഗാർജുന എന്ന് തുടങ്ങിയ നിരവധി പ്രശസ്തമായ ആയുർവേദ സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ ഇവിടുത്തെ ആയുർവേദ സ്ഥാപനങ്ങൾക്ക് വളരാനും അതുപോലെ തന്നെ വിദേശത്തുള്ള മെഡിക്കൽ ടൂറിസം, അതായത് ഇപ്പം തന്നെ നമുക്കറിയാം കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ഈ കേരളത്തെ കാണുന്ന ഒരു മെഡിക്കൽ ടൂറിസ്റ്റ് ഹബ്ബായിട്ടാണ്. അപ്പം അത്തരത്തിലുള്ള മേഖലയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. ആയുർവേദ പഠനത്തിന് ഗുണം ചെയ്യും, ആയുർവേദ കോളേജുകൾക്ക് ഗുണം ചെയ്യും. അത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു കേരളത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്.
അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇതിലൊരു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു വിഷയമായിരുന്നു കേരളത്തിൻ്റെ അതിവേഗ റെയിലിനെ പറ്റിയൊക്കെ. അപ്പം ആ പരാമർശത്തിനേക്കാൾ ഉപരി ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട്സിലാണ് കണക്കാക്കാൻ പാടുള്ളൂ. മറിച്ച് കേരളത്തിൽ നിന്നിപ്പം നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് വന്ദേ ഭാരതാണ്. കാരണം വന്ദേ ഭാരത് ടിക്കറ്റ് കിട്ടാല്ലാത്ത വിധത്തിലേക്ക് മാറിയതിൻ്റെ കാരണം വെച്ചാൽ ജനങ്ങളെല്ലാം അത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അത്യാവശ്യം ട്രെയിനുകൾ വന്ദേ ഭാരതും പുതിയ ബാംഗ്ലൂർക്കുള്ള വന്ദേ ഭാരത് ട്രെയിനുകളൊക്കെ വന്നതോടുകൂടി ആ ഏരിയ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് വന്ദേ ഭാരതിന്റെ കുറിച്ചിട്ടുള്ളത് റെയിൽവേ ഏകദേശം സമാന സൗകര്യങ്ങളോടെ അമൃത് ഭാരത് ട്രെയിനുകൾ വന്നു. AC അല്ല എന്നേ ഉള്ളൂ. യാത്രക്കാർക്ക് സുഖകരമായി എന്നാൽ നീറ്റ് ആൻഡ് ക്ലീനായി പോയി വരാൻ പുതിയ ട്രെയിനുകൾ വന്നു കഴിഞ്ഞു. മാത്രമല്ല ഈ ഒരു പ്രത്യേക ഒബ്ജക്റ്റ് മാത്രം അങ്ങനെ ബഡ്ജറ്റിൽ ഒരിക്കലും പറയാറില്ല. ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് പറയുന്നത് മെഡിക്കൽ ആ മേഖലയ്ക്കാണ് ഒരു പദ്ധതി ഇത്ര കോടികൾ മാറ്റിവെക്കുക, അതിൻ്റെ ഒരു ഭാഗമായിരിക്കും എയിംസ് എന്ന് പറയുന്നത്. അല്ലാതെ നാളെ കേരളത്തിന് എയിംസ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ എയിംസ് വരുന്നുണ്ട് എന്ന ഒരു സബ്ജക്റ്റിനേക്കാൾ ഉപരി ആ പദ്ധതിയിൽ ഇത് ഉൾപ്പെടുമായിരിക്കും. അങ്ങനെയാണ് നമുക്കിതിനെ കാണാൻ കഴിയുക. അപ്പം റെയിൽവേയിൽ ഒരുപാട്, കാരണം ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെ അതിൻ്റെ വിപുലീകരണം നടന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് അതൊരു റെയിൽവേ സ്റ്റേഷൻ ആണോ എന്ന രീതിയിലുള്ള അത്രത്തിലും ആശ്ചര്യമാകുന്ന രീതിയിലേക്കാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നത്. അപ്പോൾ ഓരോ മേഖലയിലും വ്യത്യസ്തമായ പ്രൊജക്റ്റിൽ ഇതുവരെയും ചെയ്തിട്ടുണ്ട്, ഇനിയും ആ മേഖലയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പാണ്. അപ്പം അതെല്ലാമാണ് കേരളത്തിനുള്ള അഡ്വാൻറ്റേജുകൾ ഈ ഒരു ബഡ്ജറ്റിലുള്ളത്. പിന്നെ തമിഴ്നാടും ഒഡീഷയ്ക്കും മിനറൽസ് ധാതു മേഖലയിൽ ഉള്ള ഒരു ഇടനാഴികൾ ഉണ്ടാക്കുന്നുണ്ട്. അത് കേരളത്തിനും കൂടെ ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഈ ധാതു ഇടനാഴികൾക്ക് ഉള്ള പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അത് വളരെ ഗുണം ചെയ്യും. പിന്നെ സ്വാഭാവികമായി MSME അല്ലെങ്കിൽ ഈ പറഞ്ഞ IT സ്റ്റാർട്ടപ്പ് ഇത് പറയുമ്പോൾ അതൊരു ദേശീയ തലത്തിലുള്ള പദ്ധതികളായിട്ട് പറഞ്ഞാൽ, ദേശീയ തലത്തിലെ പദ്ധതി പറഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിനും ഗുണം ചെയ്യുന്നതാണ്. അത് പ്രത്യേകിച്ച് കേരളമെന്നോ തമിഴ്നാടെന്നോ കർണാടക എന്നോ എടുത്തു പറയേണ്ടതില്ല. അതൊരു ദേശീയ തലത്തിൽ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന പദ്ധതികളാണ്. അതിനങ്ങനെ തന്നെയാണ് കാണേണ്ടത്. ഈ ബിസിനസ് രംഗത്തിൻ്റെ സജീവത വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഓരോ ബജറ്റ് പ്രഖ്യാപനവും എങ്ങനെ വ്യവസായത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒക്കെ വളർച്ചയിലൂടെ വികസനത്തിലൂടെ, അത് പ്രൈവറ്റ് സെക്ടറിലായാലും അങ്ങനെ തന്നെയാണ്, ബിസിനസ് മേഖലയുടെ വികാസം അതിൻ്റെ സജീവത വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ദീർഘവീക്ഷണത്തോടെ നിർമ്മല സീതാരാമൻ ബിസിനസ് രംഗത്തിന് വെച്ചു നീട്ടുന്ന ഇടപെടൽ എന്താണ്? ഇതിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യമായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വരെ. ഇന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ അടുത്ത പല യുവാക്കളായാലും അല്ലെങ്കിൽ മറ്റ് ഏത് പ്രായത്തിൽ പെടുന്നവരാണെങ്കിലും ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതും അത് മുന്നോട്ട് പോകുന്നതും വളരെ ഈസിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ന് അതിനുവേണ്ടി അപ്ലിക്കേഷൻ ഫിസിക്കലി പോയി സബ്മിറ്റ് ചെയ്തൊരു കമ്പനി സെക്രട്ടറിയുടെയും ചാർട്ടേഡ് അക്കൗണ്ടൻ്റെയും ഒക്കെ സഹായത്താൽ മാത്രം ചെയ്യാൻ പറ്റിയിരുന്ന കാര്യത്തെ വളരെ ഈസിയാക്കി മാറ്റിയിട്ട് ഇന്നൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാനും ഒരു പേര് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു കുഞ്ഞു കച്ചവടം തുടങ്ങുന്നതിനും അതുപോലെ തന്നെ വലുതാക്കി കൊണ്ടുവരുന്നതിനുള്ള എല്ലാ പദ്ധതികളും ഈ ബജറ്റിലുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഈവൻ ആത്മനിർഭർ എന്ന പദ്ധതി കോവിഡ് കാലത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഇപ്പോഴും അവൈലബിൾ ആണ്. മുദ്ര എന്നുള്ള പദ്ധതി നമുക്ക് കൊളാട്രൽ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ വായ്പ എടുക്കുന്നതിനും ബിസിനസ് മുന്നോട്ട് പോകുന്ന സഹായങ്ങളുണ്ട്. കൂടാതെ എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ് കാര്യങ്ങളിൽ വലിയ തുറന്നു കൊടുക്കലാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണാം കേരളത്തിൽ തന്നെ എത്ര കമ്പനികളാണ്, കുഞ്ഞു കുഞ്ഞു വ്യവസായങ്ങളാണ് വിദേശത്തേക്ക് പ്രൊഡക്ട്സുകൾ അയക്കുന്നത്. അതെല്ലാം ഈ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ബിസിനസ് രംഗത്തേക്ക് വെച്ചിട്ടുള്ള സ്റ്റാൻഡുകളും അതുപോലെ തന്നെ നിലപാടുകൾ, അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയത് കൊണ്ടാണ് അത്തരം മേഖലയിൽ മാറ്റം. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു യൂണിറ്റുകൾ വന്നു കഴിഞ്ഞു. അത് ചിലപ്പോൾ അച്ചാർ മേയ്ക്കുന്ന സ്ഥാപനമായിരിക്കാം, ചിലപ്പോൾ ചില പ്രൊഡക്റ്റുകളുടെ പാക്കേജിങ്ങിൻ്റെ ആയിരിക്കാം, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് മേഖലയിലായിരിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ബിസിനസ് രംഗത്ത് വലിയ MSME അല്ലാതെ വലിയൊരു സെഗ്മെൻറ്റിലേക്ക് തുറന്നു കൊടുത്തിട്ടുള്ളതാണ് സെമി കണ്ടക്ടേഴ്സ്. അതിന് വലിയൊരു പദ്ധതി തന്നെയാണ് സെമി കണ്ടക്ടേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ സ്പോർട്സ് ബിസിനസ്സിൽ നമ്മൾ വിട്ടുപോകുന്ന കാര്യമാണ് സ്പോർട്സിൽ
കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. നമ്മൾ കൂടുതൽ ഇമ്പോർട്ടാണ് ചെയ്തിരുന്നത് സ്പോർട്സിൻ്റെ സാമഗ്രികൾ. അതിൽ ജമ്മു കാശ്മീരിൽ ഉണ്ടാക്കുന്ന ഈ ക്രിക്കറ്റ് ബാറ്റ്, ഇതിനൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന പദ്ധതികളാണ് സ്പോർട്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കൂടാതെ കണ്ടെയ്നർ മേക്കിംഗ് എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ മാർക്കറ്റുള്ള ഒരു സാധനമാണ്. അതിന് വളരെ ഇമ്പോർട്ടൻസ് ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. 10,000 കോടിയോളമാണ് ഈ കണ്ടെയ്നർ മേക്കിംഗ് പദ്ധതിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പം കായികം, അതുപോലെ തന്നെ വ്യവസായം, ഇതിനെല്ലാം കണക്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ബിസിനസ്സിന് ഗുണം ചെയ്യുക, അങ്ങനെ പല മേഖലയും കൂടെ ടച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പദ്ധതി ഉള്ളത്. അത് തീർച്ചയായിട്ടും യുവാക്കളെ ആയാലും മറ്റാളുകളൊക്കെ വ്യവസായത്തിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന പദ്ധതികളാണ്. അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ്, അതാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ട കാര്യം. നമ്മളെങ്ങനെ ഈ പദ്ധതികൾ ഉപയോഗപ്പെടുത്തുന്നു, അതാണ് രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് മുന്നോട്ട് നയിക്കുന്ന ഘടകം. ശരി, ശ്രീ കൃഷ്ണകുമാർ KT, നമുക്ക് ആരോഗ്യ രംഗത്തേക്ക് കൂടി വരണം. പ്രത്യേകിച്ച് നമ്മുടെ പൈതൃകമാണ് ആയുർവേദം, അതിനെക്കുറിച്ച് കൂടി. അതെ, ആയുർവേദത്തിൽ ഏറ്റവും ഒരു ഗുണകരമായ കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആയുർവേദ മെഡിക്കൽ സംവിധാനത്തോടുള്ള ഗവൺമെൻറ് ഇടപെടൽ. ഒരു കാലത്ത് നമുക്കറിയാം ഇൻഷുറൻസ് മേഖലയിൽ ആയുർവേദം കൺസിഡർ ചെയ്തിരുന്നില്ല. ആയുർവേദത്തിൻ്റെ ഇൻഷുറൻസ് പാക്കേജിൽ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ആയുർവേദം ആളുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഇന്ന് അത് മാറിയിട്ട് ആയുർവേദത്തിന് ഗവൺമെൻറ് ആയുഷ് മന്ത്രാലയം എന്ന ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാക്കുകയും അതിലൂടെ ആയുർവേദം, ഹോമിയോപ്പതി, അതുപോലെ തന്നെ പാരമ്പര്യ ചികിത്സാ രീതികൾക്കെല്ലാം അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. അത് വളരെയധികം കൂടിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ തന്നെ, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ, ഈ 2 മേഖലയാണ് ആയുർവേദ മെഡിസിനുകളുടെയും ആയുർവേദത്തിൻ്റെയും കേന്ദ്രങ്ങൾ. ഈ സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ ഗുണകരമായ ആസ്പെക്റ്റിൽ സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആയുർവേദ റിസോർട്ടുകൾ, ആയുർവേദ ഹോസ്പിറ്റലുകൾ ഒക്കെ കൂടി വന്നു. പിന്നെ അലോപ്പതി രംഗത്തുള്ള ഹോസ്പിറ്റലുകൾ ഒരു ഡിവിഷൻ ആയുർവേദത്തിനായിട്ട് തുറന്നു കൊടുത്തു കഴിഞ്ഞു. കാരണം അത്രത്തോളം സാധ്യത ആയുർവേദത്തിനുണ്ടെന്നും അത്രത്തോളം അംഗീകാരം കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന മാറ്റങ്ങൾ. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലുള്ള ആയുർവേദ, ഈവൻ ഹിമാലയ, അരുണാചൽ പ്രദേശ് മുതലുള്ള പല മേഖലയിലുള്ള ആയുർവേദ മേഖല ശക്തിപ്പെടുകയും അവിടേക്ക് പല സംസ്ഥാനത്തുള്ള ആളുകൾ ചികിത്സയ്ക്ക് വരികയും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും ഇതിലേക്ക് വരികയും, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങളായിട്ട് കാണുന്നതാണ്, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ആയുർവേദത്തെ ചികിത്സിക്കാൻ മാത്രമല്ല അത് പഠിക്കാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നത്. പല ആയുർവേദ കോളേജിലും പഠിക്കാനായിട്ട് അവർ, ഇപ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരും ഇവിടുത്തെ കുട്ടികളെല്ലാം പുറത്തു പോകുന്നു, വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നു, ഇവിടെ വീടുകൾ അടഞ്ഞ് വയസ്സായവർ മാത്രമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു എന്ന സമയത്ത് ഈ ആയുർവേദത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തോടുകൂടി വിദേശത്തുള്ള ആളുകൾ ആയുർവേദത്തെ പഠിക്കാൻ ഇങ്ങോട്ട് വരികയാണ്. അത് ആയുർവേദം മാത്രമല്ല, യോഗയും മെഡിറ്റേഷനും കൂടെ ചേർത്ത് പഠിപ്പിക്കുന്ന ചില സിലബസുകൾ ഇന്ന് നമ്മുടെ ആയുർവേദ സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞു. അതെല്ലാം തീർച്ചയായിട്ടും വലിയ ഗുണം തന്നെ ചെയ്യുന്നതാണ്. പിന്നെ മെഡിക്കൽ സ്റ്റുഡൻസിന് അവരുടെ ഫീസിൻ്റെ അതുപോലെ മറ്റ് ആവശ്യങ്ങളുടെയും നികുതിയിൽ നിന്ന് 5 എന്നുള്ളത് 2 കുറച്ചിട്ടുണ്ട്. പിന്നെ അത് അവരുടെ പേരൻസിനും ഒക്കെ ഗുണം ചെയ്യും, മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ പഠിക്കാൻ പോകുന്ന ആളുകൾക്കും ഒക്കെ ഗുണം ചെയ്യും. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ MRI സ്കാൻ പോലുള്ള മെഷീനറീസ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. കോടികൾ വില വരുന്ന, 22 കോടി മുതൽ 30 കോടി വില വരുന്ന ആ മെഷീനറീസ് ഉണ്ടാക്കാനായിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അതിന് വളരെയധികം നന്ദി ശ്രീ കൃഷ്ണകുമാർ KT. കേന്ദ്ര ബജറ്റിൻ്റെ വിലയിരുത്തലുകളുമായി ഒപ്പം ചേരുകയായിരുന്നു ബാങ്കിംഗ് വിദഗ്ധനും ഒലിവിയ ഗ്രാമീൺ ക്രെഡിറ്റിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കൃഷ്ണകുമാർ KT. ഒരുപാട് നന്ദി അറിയിക്കുന്നു. കാർഷിക, യുവജന വിഷയങ്ങളിലൊക്കെ ക്രിയാത്മകമായ മിനിറ്റുകളാണ് കടന്നുപോയത്. ബിസിനസ്സിനെ കുറിച്ച്, ആയുർവേദത്തെക്കുറിച്ച്, AI അടക്കമുള്ള ഏറ്റവും അതിനൂതനമായ സാങ്കേതിക സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ അങ്ങ് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.